Hello everyone, welcome back to Xylem Learning. It's me Jamshad, you can call me JD. Praying hands is one of the important chapter for our annual examination. Annual exam an important chapter on praying hands. ഇതിൻ്റെ കംപ്ലീറ്റ് സമ്മറി നമ്മളോട് പറയാൻ പോവാണ്. ഇതിലാരൊക്കെയാണ് ക്യാരക്ടർ, എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നടക്കുന്നത്, ഇത് കുഞ്ഞു സമയം കൂടെ കുറഞ്ഞ സമയം കൂടെ നമ്മൾ സെറ്റാക്കാൻ പോവാണ്. ഇതുപോലുള്ള ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. നമുക്ക് നോക്കാം. യെസ്, ഈ ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് പറയാൻ പോകുന്നത്. ദ ഡുറർ ഫാമിലി സ്ട്രഗിൾ. ഡുറർ ഫാമിലിക്ക് ഒരു സ്ട്രഗിൾ വന്നു. എന്താണ് പ്രശ്നം? In a small German village, ഒരു ജർമ്മനിയിലുള്ള ഒരു കുഞ്ഞു ഗ്രാമം, ദ ഡുറർ ഫാമിലി സ്ട്രഗിൾ. അത് ആ ഫാമിലിൻ്റെ പേരെന്താണ്? ഡുറർ ഫാമിലിയാണ്. ഓക്കെ, ആ ഫാമിലിൻ്റെ പേരാണ്, കുടുംബ പേരാണ്. സ്ട്രഗിൾ ടു സപ്പോർട്ട് ദെയർ 18 ചിൽഡ്രൻ. എത്ര കുട്ടികളാണ്? 18 മക്കളുണ്ട് ആ വീട്ടിൽ. ആ മക്കളെയും കൊണ്ട് അവർക്കൊക്കെ ഫുഡ് കൊടുക്കലൊക്കെ ഭയങ്കര വിഷയമല്ലേ? ഡെസ്പൈറ്റ് ഹാർഡ്ഷിപ്പ്, ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും ടു ബ്രദേഴ്സ്. ആരൊക്കെയാ ടു ബ്രദേഴ്സ്? ആൽബർട്ട് ആൻഡ് ആൽബർട്ട്. ആൽബ്രച്ച് ആൻഡ് ആൽബർട്ട്, രണ്ടാൾക്കാരാണ്. ഈ രണ്ടാൾക്കാർ ഡ്രീംഡ് ഓഫ് ബിക്കമിങ് ആർട്ടിസ്റ്റ്. അവർക്ക് പണിക്ക് പോയാലേ ഫുഡ് കിട്ടുള്ളൂ. ഇവർ പോയി പണിക്ക് പോയിട്ട് ഫുഡ് കിട്ടി, പൈസ കിട്ടിയിട്ട് അതുകൊണ്ട് ഫുഡ് വാങ്ങിയാലേ ഫാമിലി മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ എക്സ്ട്രാ വേറെ പഠിക്കാൻ പോകാനൊന്നും പൈസ ഇല്ല. ഓക്കെ, അപ്പോൾ എന്നിട്ടും ഇവർക്ക് പഠിക്കാനൊരു ആഗ്രഹം, ആർട്ടിസ്റ്റ് ആവാനുള്ളൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു നോക്കാം. എ സെൽഫ്ലെസ് ബോണ്ട്. അവർ സ്വയം ത്യജിക്കുകയാണ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്. നോക്കിക്കോ, ദി ബ്രദേഴ്സ് ഡിസൈഡഡ്. അവർ രണ്ട് ബ്രദേഴ്സ് തീരുമാനിച്ചു. ദർ വൺ വുഡ് വർക്ക് ഇൻ എ മൈൻസ്. ഒരാൾ മൈനിൽ വർക്ക് ചെയ്യും. മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖനിയാണ്. ഖനി, കുഴിച്ചെടുക്കുന്ന സ്വർണവും അതുപോലെ തന്നെ കൽക്കരിയൊക്കെ കുഴിച്ചെടുക്കുന്ന ഖനികളാണ്. ടു ഫണ്ട് ദ അതേഴ്സ് ആർട്സ് എഡ്യൂക്കേഷൻ. ഒരാൾ ജോലിക്ക് പോകുന്നു, മറ്റേ ആൾ എന്ത് ചെയ്യുന്നു? പഠിക്കാൻ പോകുന്നു, ആർട്സ് പഠിക്കാൻ പോകുന്നു, വരയ്ക്കാനൊക്കെ പഠിക്കാൻ പോകുന്നു. എന്നിട്ടോ ആൽബ്രച്ച് വോൺ ദ കോയിൻ ടോസ്. എന്നിട്ട് അവർ ആരാ പോവാന്നുള്ളെങ്കിൽ തീരുമാനിച്ചു. കോയിൻ ടോസ് ചെയ്യല്ലേ, കോയിൻ ഇങ്ങനെ ടോസ് ചെയ്യുക, കോയിൻ ഇട്ടിട്ട് ഹെഡ് ഓ ടൈൽ അങ്ങനെ. എന്നിട്ട് ആൽബ്രച്ച് എന്താക്കി? കിട്ടി. ആൽബർട്ടിനാണ് അവസരം കിട്ടിയത്. ആൻഡ് വെന്റ് ടു ദ അക്കാഡമി. എന്നിട്ട് ആൽബ്രച്ച് അക്കാഡമിയിലേക്ക് പോയി. ആൽബർട്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വർക്കിനും പോയി. എന്നിട്ടോ ആൽബ്രച്ചിൻ്റെ സക്സസ്. ആൽബ്രച്ച് അടിപൊളിയായിട്ട് വരയൊക്കെ പഠിച്ച് സെറ്റായിട്ട് വന്നു. ആൽബ്രച്ച് എക്സെൽഡ് ആൻഡ് ബിക്കം എ ഫേമസ് ആർട്ടിസ്റ്റ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായി. അവൻ്റെ വരയൊക്കെ ഭയങ്കര ഡിമാൻഡഡ് ആയി. അപ്പോൾ ഓൺ റിട്ടേണിങ് ഹോം, അങ്ങനെ തിരിച്ചു വന്നിട്ട് ഹി പ്രോമിസ് ടു സെൻഡ് ആൽബർട്ട് അക്കാഡമി. ഇനി ഞാൻ ഏതായാലും പഠിച്ച്, ഇനി നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആൽബർട്ടിനോട് പോയിക്കോളാൻ പറഞ്ഞു. എവിടെ? അക്കാഡമിയിലേക്ക്. ഞാൻ മൈനിൽ പോയി വർക്ക് ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ ആർട്ടിസ്റ്റ് ആണല്ലോ, അത് വെച്ചിട്ടുള്ള പൈസ കിട്ടിയിട്ട് നിനക്ക് എന്താക്കാൻ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. യെസ്, നോക്കാം. ആൽബർട്ടിൻ്റെ സാക്രിഫൈസ്. ആൽബർട്ട് പറയാണ്, ആൽബർട്ട് ടിയർഫുള്ളി ഡിക്ലൈൻ. കണ്ണീരോട് കൂടിയിട്ടാണ് ഡിക്ലൈൻ ചെയ്തു. വേണ്ട. ആസ് ഇയേഴ്സ് ഓഫ് മൈനിങ് ഹാഡ് ഡാമേജ് ഹിസ് ഹാൻഡ്സ്. അവൻ്റെ കൈകളൊക്കെ നമ്മൾ വരയ്ക്കണമെങ്കിലൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള കൈകൾ വേണ്ടേ? ആ കൈകൾ കുറേ എന്താക്കിയിട്ടുണ്ട്, ഈ മൈനിലൊക്കെ വർക്ക് ചെയ്തിട്ട്. അതായത് ഹാമറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മേടൊക്കെ ചെയ്യുന്ന സമയത്ത്, അത് മിസ്സാകുന്ന സമയത്ത് കൈമലൊക്കെ കൊള്ളും, കൈയൊക്കെ എല്ലൊക്കെ പൊട്ടും. അത്ര സ്മൂത്ത്നെസ് ഒക്കെ സ്റ്റിഫ്നെസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് മേക്കിംഗ് ഹിം അൺഎബിൾ ടു പെർസ്യൂ ആർട്ട്. ആർട്ട് ഫോളോ ചെയ്യാൻ, ആർട്ടിനെ നേടിയെടുക്കാൻ എനിക്ക് കഴിയില്ല, എൻ്റെ കൈകളൊക്കെ എന്തായി പോയിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട് എന്ന് ആൽബർട്ട് പറഞ്ഞു. മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാനുണ്ട്, സർപ്രൈസ് ആയിരുന്നില്ലേ. അപ്പോൾ ഇനി അവസാനം ആ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം. നമ്മുടെ 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ എൻഡ് ഗെയിം ബാച്ച് ഓൾറെഡി ഓൺ ആണ്. എന്താണ് ഈ എൻഡ് ഗെയിം ബാച്ച്? 1ാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ നല്ല രീതിയിൽ റിവിഷൻ എടുക്കുകയാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്. ഈ റിവിഷൻ ക്ലാസ് ആണ്, ലൈൻ ബൈ ലൈൻ ക്ലാസ് അല്ല, റിവിഷൻ ക്ലാസ്. നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് 1ാമത്തെ ചാപ്റ്റർ മുതലുള്ള അവസാന ചാപ്റ്റർ വരെ സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ റിവിഷനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2.0 ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. എന്തൊക്കെയാണ് അതിലുണ്ടാവുക? ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും അതിനുശേഷമുള്ള നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും. മെയിനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് മോഡൽ എക്സാം. സൈലം നിങ്ങൾക്കൊരു മോഡൽ, പുതിയ പാറ്റേണൊക്കെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ആനുവൽ എക്സാമാണ്. നിങ്ങൾക്ക് മോഡൽ എക്സാമൊക്കെ സൈലം നടത്തും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ആപ്പിലൂടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കരസ്ഥമാക്കാം. ഈ ഒരു പ്രൈസ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ്. പവർഫുൾ ആക്കുക. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട്, ദ പ്രേയിങ് ഹാൻഡ്സ്. അതിന് പകരമായിട്ട് ആൽബർട്ട് എന്ത് ചെയ്തു? ടു ഓണർ ആൽബർട്ടിൻ്റെ സാക്രിഫൈസ്. ആൽബർട്ട് ഇത്രയും ത്യാഗം ചെയ്തല്ലോ, അതിനെ ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ആൽബർട്ട് ക്രിയേറ്റഡ് ദ ഫേമസ് ആർട്ട് വർക്ക്. അവൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർട്ട് വർക്ക് അവൻ ക്രിയേറ്റ് ചെയ്തു, ദ പ്രേയിങ് ഹാൻഡ്. ഇതാണ് ആർട്ട് വർക്ക്. ഇത് അവൻ വരച്ചതാണ്. ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് ആൽബ്രച്ച് ഡുറർ വരച്ചതാണ്. ആൽബർട്ട്, അവൻ്റെ ബ്രദറായിട്ടുള്ള ആൽബർട്ടിൻ്റെ കൈകളാണിത് അല്ലേ.
യെസ്, എ സിമ്പിൾ ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അവൾ തൻ്റെ ബ്രദറിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കടപ്പാട്, നന്ദി, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇതുപോലത്തെ മറ്റു ചാപ്റ്റേഴ്സ്, ഇനി ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് സമ്മറി വേണ്ടത്, മറ്റു ചാപ്റ്ററിലെ ഡിസ്കോഴ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ഇത് ആക്ച്വലി നിങ്ങൾക്ക് നമ്മുടെ USSന് വേണ്ടിയിട്ടും ഉപകരിക്കുന്നതാണ്. കാരണം നമ്മുടെ USSനും എന്താണ് ഏത് അറിയുക, ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ USSന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ബേസിക് സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. സോ അതും കൂടി പരിഗണിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർ സെറ്റാക്കി തരും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാൻ മറന്നവർ ലൈക്ക് ചെയ്യുക. ഇറ്റ്സ് മീ ജംഷാദ്. യു ക്യാൻ കോൾ മീ ചേടി. Thank you. Love you all. Bye-bye.